ഉള്ളത് ആസാമിലെ ജുനായ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ഡീസൽ പ്രൈസ് നോക്കാം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ആസാമിലാണ്. നമുക്ക് ആസാമിൽ അരുണാചൽ പ്രദേശിലേക്ക് പോവാം. വരൂ. അരുണാചൽ പ്രദേശിലേക്ക് കാലുകുത്തിയാണ്. പമ്പിരിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. നമുക്ക് അവിടുത്തെ ഡീസൽ പ്രൈസ് നോക്കാം. നമുക്ക് പെട്രോൾ പ്രൈസ് വരുന്നത് 92.46, ഡീസൽ പ്രൈസ് വന്ന് 81.89. അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മളൊരു 150 കിലോമീറ്റർ അപ്പുറത്തും നമുക്കൊരു ഇതേപോലെ ഒരു ബോർഡർ കിട്ടിയായിരുന്നു. അപ്പം ആ ബോർഡറിൽ നമുക്ക് 80 രൂപയ്ക്കാണ് നമ്മൾ ഫുള്ളാക്കി വന്നത്. അപ്പം ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് അടിക്കണ്ട, നമുക്ക് തിരിച്ച് അതിലേക്കാണ് പോകേണ്ടത്. അപ്പം നമുക്ക് 80 രൂപയ്ക്ക് അടിക്കാം, അതല്ലേ നല്ലത്. കാരണം എപ്പോഴും ഒരു വണ്ടി ഓണറെ സംബന്ധിച്ചോളം ഒരു രൂപ അല്ലെങ്കിൽ 50 പൈസ കുറവുള്ളിടത്ത് നോക്കിയുള്ളൂ നമ്മൾ അടിക്കാതെ. കാരണം നമുക്ക് ഡീസലിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ബാലൻസിൽ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം വേറെ ഒന്നിലും നമുക്ക് ബാലൻസ് കണ്ടെത്താൻ പറ്റില്ല. ഡീസലിലേ ഉള്ളൂ നമുക്ക് ബാലൻസ്. അപ്പൊ ഇനിയിപ്പം നമുക്ക് ആ തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് ഫുള്ളാക്കാം. അപ്പോൾ എന്നാൽ ശരി, ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരും. എന്നാലും എൻ്റെ സംശയം അരുണാചൽ പ്രദേശിലെ ഇത്രയ്ക്കും ഡീസൽ വില കുറച്ച് കൊടുക്കാനുള്ള കാരണം അതൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവർ വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റൊക്കെ ചെയ്യും, നമ്മളൊന്നും അറിയത്തില്ല.